കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയ്ക്കെടുക്കപ്പെട്ട വിഷയമാണ്, വളരെ വിവാദമായ വിഷയമാണ്. നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. കോളേജിൽ നടന്ന ഒരു വിഷയത്തിൽ ഒരു പെൺകുട്ടിയുടെ അഭിപ്രായം, വിവാഹത്തിന് ശേഷം ശ്രദ്ധിക്കണം, വിവാഹത്തിന് ശേഷം PG എടുക്കാൻ പറ്റത്തില്ല, കുട്ടികളെ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അത് ഇസ്ലാമിൻ്റെ മാനദണ്ഡം എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചെടുക്കാനേ പറ്റത്തുള്ളൂ, PG എടുക്കാൻ പറ്റത്തില്ല. ഇസ്ലാമുപരമായിട്ടാണ്. ഇസ്ലാമിന് യാതൊരുവിധ ബന്ധവും ഇതില്ല. അത് സ്വന്തം അഭിപ്രായമാണ്. അത് മടക്കി കീശയിലേക്ക് തന്നെ വെക്കുക. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് പറഞ്ഞു തരികയാണ്, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പഠനത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെയാണ് സമീപനം? ജെമിനിയോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ജെമിനി സ്ത്രീകളോടുള്ള സമീപനം? ഇസ്ലാം മതം സ്ത്രീകളെ പഠനത്തിൽ നിന്ന് വിലക്കുന്നു എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. ഇസ്ലാം സ്ത്രീകളെയും പുരുഷന്മാരെയും പോലെ തുല്യരായി കാണുകയും അറിവ് സമ്പാദിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രവാചകന് മുഹമ്മദ് നബീസയുടെ ഭാര്യമാര് അറിവിലും പാണ്ഡിത്യത്തിലും ഉന്നതരായിരുന്ന ചരിത്രമുണ്ട്. ഇന്നും ഇസ്ലാമിക രാജ്യങ്ങളില് നിരവധി സ്ത്രീകള് ഉന്നത വിദ്യാഭ്യാസം നേടുകയും സമൂഹത്തിന്റെ വിവിധ മേഖലകളില് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞാലും സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവകാശം ഇസ്ലാം ഉറപ്പുവരുത്തുന്നു. അതെ, വിവാഹം കഴിഞ്ഞാലും പഠിക്കാനുള്ള കാര്യത്തിൽ ഇസ്ലാം ഉറപ്പ് തന്നെയാണ്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി. അതിൻ്റെ ഫൗണ്ടർ മൊറോക്കൻ വനിതയായിരുന്ന ഫാത്തിമ ഫിഖരി എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിതയായിരുന്നു. ഇതൊന്നും പഠിക്കാതെ ഇസ്ലാമിനെ തരം താഴ്ത്തുന്നവർ എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തരം താഴ്ത്തി തന്നെ ഇരിക്കും. അപ്പോൾ അതിനെ കളിയാക്കാനും അതൊക്കെ ഒരു ആഘോഷമാക്കി കാണാനും ചില ആളുകൾ ഉണ്ടാകും. ഈ സമയത്ത് മുമ്പിലിരുന്ന ചെറുപ്പക്കാരൻ്റെ ചോദ്യം, ഇതൊക്കെ പറയാൻ നീ ആരുവാ? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നീ ആരുവാ? ഇസ്ലാം അറിയാതെ ഇതൊക്കെ സംസാരിക്കാനിരുന്നാൽ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട വരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ സൗദി അറേബ്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, അത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റിയാണ്. പ്രിൻസസ് നൗറ ബിന്ത് അബ്ദുറഹ്മാൻ എന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പോയി പഠിക്കാം. എന്തു വലിയ സംവിധാനമാണ്. ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, ഇതൊക്കെയും പെൺകുട്ടികൾക്കുള്ള പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എങ്ങനെ പറയാൻ തോന്നുന്നു? ലജ്ജ തോന്നുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനിയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾക്ക് വീണ്ടും കാണാം.